സുരേഷേട്ടൻ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഭയങ്കര നിർബന്ധമുള്ള ആളാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കുന്ന സമയമൊന്നും ഇല്ലല്ലോ. ഇത് എനിക്ക് മാത്രമേ എടുത്തിട്ടുള്ളോ? ഇതാരാ പരിചയപ്പെട്ട ഇതാരാ? ഇവള് എന്റെ പെങ്ങളുടെ മകളാണ്. പേരെങ്ങനെയാ? സജിത. എന്നെ കോളേജിൽ പഠിക്കുന്നു. ഓക്കെ. ഏത് പഠിക്കുന്നത്? എന്ത് സബ്ജക്റ്റ്? ബികോം ഫിനാൻസ്. ഓക്കെ, ശരി, താങ്ക് യു. ഇത് എനിക്ക് മാത്രമേ ഉള്ളോ? ആണ്. ഏത് ദോശ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആണോ? ആർക്ക്? സുരേഷേട്ടന്. ദോശ, ഇഡ്ഡലി, ചമ്മന്തി, ദോശ, ഇഡ്ഡലി. അമ്മ ഇവിടെ ഉണ്ടാക്കണൊക്കെ നമുക്ക് എല്ലാം ചിലതൊക്കെ എനിക്ക് ഉണ്ടാക്കാറില്ല. എനിക്കിഷ്ടമില്ലാത്തത് ഉണ്ടാക്കാറില്ല. എന്താ ഇഷ്ടമല്ലാത്ത കാര്യങ്ങള്? ഇഷ്ടമില്ലാത്തത് ഈ രാവിലെ ചപ്പാത്തി കഴിക്കണതൊക്കെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ മറ്റേ റിയാലിറ്റി ഷോയിൽ പോയപ്പോഴേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ? അവിടെ ചപ്പാത്തിയൊക്കെ രാവിലെ കുറവല്ലേ, ഗോതമ്പ് ദോശ അത് കഴിക്കും. ചപ്പാത്തി പൊതുവെ താല്പര്യം ഇല്ലാത്ത ആളാണ്. ചപ്പാത്തി ചില സമയം ഉപ്പുമാവ് അങ്ങനെയൊക്കെ കുറെ ഡ്രൈ ആയിട്ടുള്ള അതൊക്കെ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റേ നല്ല ഒഴിച്ച് കറിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കണം. അങ്ങനെയാണ്. അപ്പൊ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് മനസ്സിലായി. നമുക്ക് കുറെ ഒഴിച്ചൊക്കെ കഴിച്ച്. ഇതാണോ ചേച്ചി? അനീതി. ആരാ അനീതി? ഓക്കെ. പേരെങ്ങനെയാ? ഒരു മിനിറ്റ്. പറഞ്ഞോ. ജയലക്ഷ്മി. അടിപൊളി. എനിക്കൊന്ന് സുരേഷ് ചേട്ടൻ പോലെ എന്നെ നല്ല സ്മാർട്ടാണല്ലോ. ഞങ്ങളെ കുട്ടിയാണ്. ആണ്. ഓക്കെ. ശരി. ഇപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. സുരേഷിനെ പറ്റി എന്താ പറയാനുള്ളേ? എനിക്ക് നല്ല അഭിപ്രായം തന്നെ. ആണോ? എന്താണ് നല്ല അഭിപ്രായം? ഒന്ന് കേൾക്കട്ടെ. സിനിമയിലൊക്കെ വന്ന് നല്ലവണ്ണം പാട്ട് പാടുകയും ഇപ്പൊ വേറെ ഇപ്പം ഒരു പുതിയ ഒരു സംഗീതത്തെ കുറിച്ച് സ്ത്രീകളെ പോലെ പാടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അയ്യോടാ, ഓക്കെ, സന്തോഷം കേട്ടോ. താങ്ക് യു. നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഇവിടെ വീട്ടിൽ. എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബോണ്ടിങ് ആട്ടോ ഇവിടെ. കാരണം നമ്മൾ ശരിക്കും കാണുന്ന വെച്ചാൽ അമ്മമാരുടെ അടുത്തൊക്കെ പറയുമ്പോൾ കഴിക്കാം. നല്ല വിശപ്പുണ്ടല്ലോ സുരേഷ്? മുളക് പൊടിയോ? ഈ സാധാരണ പിള്ളേർ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അമ്മമാരോടൊക്കെ വലിയ അങ്ങനെ സ്നേഹവും കെയറിങ്ങും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എപ്പോൾ സുരേഷനെ കണ്ടാലും സുരേഷന്റെ കൂടെ സുരേഷന്റെ അമ്മയാണ് ഹൈലൈറ്റ്. എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര നല്ല കാര്യം കേട്ടോ. ഇതെന്താ ഇപ്പൊ എടുക്കാൻ പോകുന്നത്? മുളകിന്റെ എന്താണ്? കുറച്ച് മതി എനിക്ക്. വീട്ടിലൊക്കെ ഉണ്ടാക്കാറില്ലേ മുളക് പൊടി? മതി. അത് ഒന്നും കഴിക്കില്ല. മതി. എല്ലാത്തിനും കൂടെ കഴിക്കാറുണ്ടോ ഈ മുളക് കൂട്ടിയിട്ട്? ഇല്ല. അത് രാവിലെ പ്രഭാത ഭക്ഷണത്തിനുള്ള ഉള്ളതാണല്ലോ, എല്ലാവരും ഉള്ളതാണല്ലോ. നമ്മുടെ വരുന്നുണ്ട് മുളകായിട്ട്. അമ്മ കഴിച്ചോ? കഴിച്ചോളൂ. രാവിലെ കഴിച്ചു. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത് ആദ്യം? കുറച്ചു കാലമായി ഞാൻ പഠിച്ച സ്കൂൾ ഭാഗത്തേക്ക് പോയിട്ട്. ഓക്കെ, അങ്ങോട്ട് പോവാം. ശരി. ഇവിടെ തന്നെയല്ലേ പഠിച്ചൊക്കെ? എവിടെയാ? ഏതാ സ്കൂള്? തമ്പാനൂർ UPS. തമ്പാനൂർ UPS. അപ്പൊ അവിടേക്ക് നമുക്ക് പോവാം. ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ എടുക്കാം. ആയിക്കോട്ടെ. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ശരി. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോകുന്നത് ചേട്ടൻ പഠിച്ച സ്കൂളിന്റെ ആ ഭാഗത്തേക്കാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഞാൻ കഴിച്ചു കഴിഞ്ഞു. സുരേഷ് ചേട്ടൻ മതിയാക്കിയോ? ഡയറ്റിംഗ് ആണോ സുരേഷ് ചേട്ടാ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ വെച്ചാൽ മതിയോ പ്ലേറ്റ്? ഓക്കെ. ഉറപ്പാണോ? അട വേണ്ട, മുട്ട അട വേണ്ട. വേണ്ട, വയറ് ഫുള്ളായി. ഞാൻ കഴിച്ചോളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ മെല്ലെ കൈ കഴിക്കും. ഞാൻ അമ്മ പോട്ടെ. അമ്മ അവിടെ പോയി. ചാച്ചാ